പ്രതിഷേധങ്ങൾക്കിടെ സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. 3.25 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് +1ലേക്ക് പ്രവേശനം നേടിയത്. സീറ്റ് പ്രതിസന്ധിക്കിടയിലും ഏതായാലും സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. 3.25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ +1 ക്ലാസുകളിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത്. ആദ്യ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി വരുന്നതോടുകൂടി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ കഴിയുമെന്നതാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നത്. കോട്ടൺ ഹില്ലിലാണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞത്. മന്ത്രി ഉദ്ഘാടനത്തിനെത്തി വിദ്യാർത്ഥികളെ സ്വീകരിച്ചതിന് ശേഷവും പറഞ്ഞത് അധ്യയന വർഷത്തിലെ നിർണായകമായ വഴിത്തിരിവാകുന്ന ഒരു കാലഘട്ടം എന്നത് തന്നെയാണ്. ഏതായാലും ഈ സ്കൂളിലേക്ക് എത്തി ഒരു പക്ഷേ മലബാർ ഏരിയയെ സംബന്ധിച്ചിടത്തോളം മലബാർ ഏരിയയിൽ നിന്നും വ്യത്യസ്തമായി ഒരു തെക്കൻ മേഖലകളിലേക്ക് വരുമ്പോൾ സീറ്റ് പ്രതിസന്ധി അത്രത്തോളം രൂക്ഷമല്ല എന്നത് തന്നെയാണ്. പക്ഷേ മലബാർ ഭാഗങ്ങളിൽ ഇപ്പോഴും സീറ്റിനായി വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഈ പ്രവേശനോത്സവം എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഏതായാലും വിദ്യാർത്ഥികളൊക്കെ തന്നെയും ഈ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളൊക്കെ തന്നെയും വലിയ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ്. പുതിയൊരു ക്ലാസ് അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ ആദ്യം ഈ 1ാം ക്ലാസ്സിലേക്കൊക്കെ വന്നതുപോലെ വീണ്ടും മുതിർന്ന കുട്ടികളായതിനു ശേഷം ഒരു പ്രവേശനോത്സവം എന്നതാണ്. ഏതായാലും എങ്ങനെയുണ്ട്? വലിയ സ്വീകരണത്തോടെയാണ് നിങ്ങളെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം. ഇവിടെ പഠിച്ചവരാണോ? ഏത് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടെടുത്തതാണോ? ഇവിടെ വേണം ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അങ്ങനെയാണ്. സ്കൂളിൽ ഇപ്പോൾ പുതിയ ഇടത്തേക്ക് വരുവാണല്ലോ, അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ കൂടെ? ഇല്ല ബുദ്ധിമുട്ടുണ്ടോ? വിഷമമുണ്ടോ? പുതിയ കുട്ടികളെ കുറേ ദിവസം കഴിയുമ്പോൾ കിട്ടുമല്ലോ. എങ്ങനെയുണ്ട്? ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. ഈ ക്ലാസ് ആരംഭിക്കുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. എങ്ങനെയുണ്ടെടാ? കുഴപ്പമില്ല. സ്വീകരണമൊക്കെ കിട്ടിയതിന് ശേഷം വരികയാണ്. എന്ത് തോന്നുന്നു? വീണ്ടും ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പ്രവേശനോത്സവം എന്നൊക്കെ പറയുന്നത് ചെറിയ ക്ലാസ്സിലാണല്ലോ, ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രവേശനോത്സവമൊക്കെ സ്വീകരണമൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട ആണോ എടുത്തത്? ആണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ കൂടെ? എല്ലാവരും ഒരുമിച്ച് ഒറ്റ സ്കൂളിൽ ഒരു കോഴ്സൊക്കെ എടുത്തതാണ്? അല്ല എല്ലാവരും മാറി. ഏതായാലും കൂട്ടുകാരൊക്കെ വേറെ വേറെ സ്ഥലത്തുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഏതായാലും പക്ഷേ കുട്ടികളെല്ലാവരും തന്നെ പുതിയൊരു സ്കൂളിലേക്ക്, ചിലവർ ഇവിടെ പഠിച്ചവർ തന്നെയാണ്, ചിലർ പുതിയ സ്കൂളിലായിട്ട് ഇവിടത്തേക്ക് വന്നതാണ്, ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ഇഷ്ടപ്പെട്ട ഇടത്തേക്ക് വന്നതാണ്. അതിൻ്റെ ഒരു സന്തോഷവും ഒപ്പം തന്നെ പുതിയ കൂട്ടുകാരില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെടുത്ത സ്കൂളും കോഴ്സൊക്കെയാണ്. എങ്ങനെയുണ്ട്? ക്ലാസ് തുടങ്ങിയിട്ടില്ല, എന്നാലും മൊത്തത്തിൽ എങ്ങനെ തോന്നുന്നു? കുഴപ്പമില്ല, നല്ലതായി തോന്നുന്നു. അല്ല, ഒന്ന് ഉഷാറായിട്ട് പറയും. എങ്ങനെയുണ്ട്? കൂട്ടുകാരൊക്കെ ഉണ്ടോ കൂടെ? പുതിയൊരു ഫ്രണ്ട്സാണ്. ഈ സ്കൂൾ പഠിച്ചതാണ്? അല്ല, സെൻറ്റ് സേവിയേഴ്സ് നിന്ന് പഠിച്ചിട്ട് കോട്ടൺ ഹില്ലിലേക്ക് വരികയാണ് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ പുതിയ സ്കൂളിൽ മാറ്റം. അപ്പോൾ എങ്ങനെയുണ്ട് സ്കൂളിൻ്റെ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അപ്പോൾ 3 പേരും കൂടെ ഇനി വീണ്ടും ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ സൂപ്പറാക്കും അല്ലേ? ഏതായാലും ഇതുപോലെ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളൊക്കെ തന്നെയും കൂടുതൽ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ പഠനം തുടരും, ഇനി അങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ സമയത്ത് തന്നെ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യം സീറ്റ് പ്രതിസന്ധി എന്നത് തന്നെയാണ്. മലബാർ മേഖലയിൽ ഫുൾ A+ കിട്ടിയിട്ടും സീറ്റ് ലഭിക്കാത്ത, ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കാത്ത, ഇഷ്ടപ്പെട്ട സ്കൂൾ ലഭിക്കാത്ത അനേകം വിദ്യാർത്ഥികളുണ്ട്. ഏതായാലും നിലവിൽ 3.25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് +1 ക്ലാസ്സുകളിലേക്ക് എത്തിയിട്ടുണ്ട്. 2076 സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ ായാണ് ഇന്ന് വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ ക്ലാസ്സുകൾ സാധാരണ രീതിയിലേക്ക് തുടങ്ങുകയും ചെയ്യും. നിലവിൽ ഏതായാലും മന്ത്രി അല്പസമയം മുമ്പ് എത്തി പ്രവേശനോത്സവം അടക്കം നടത്തി വിദ്യാർത്ഥികളെ സ്വീകരിച്ചിട്ടുമുണ്ട്.